പൊന്നിടാവി കൊല്ലുവാൻ. ഫണ്ണായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. തൽക്കാലം നമുക്ക് ഇവിടെ വയ്ക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹൂക്സ് 81. ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലത്തെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. സോ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തോന്നിയതാണ്, എന്തായാലും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫ്രഷായിട്ടൊരു വണ്ടിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ കയ്യിലുള്ള ഒരു വണ്ടി ഏകദേശം ഒരു 5 days ആയിട്ടുള്ളൂ ഡെലിവറി ചെയ്തിട്ട്. അതേപോലെ തന്നെ ഒരു 200 kilometers മാത്രമേ ഓടിയിട്ടുള്ളൂ. പക്ഷേ ഇതൊന്നുമല്ല ഞാൻ ഈ വണ്ടി ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ. ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഈ വണ്ടി ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിലൊരു ഫണ്ണായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതും കൂടി ഞാൻ ഇതിൽ കാണിച്ചു തരാം. മെയിനായിട്ട് ഞാൻ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി എടുത്തത്. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വണ്ടി ഏതാണെന്നൊക്കെ. എന്നാലും ഞാൻ വണ്ടി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, വണ്ടി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഫണ്ണായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കാരണം നോർമലി എല്ലാവരും ചെയ്യണ കാര്യം തന്നെയാണ്, പക്ഷേ അല്ലാതെ ഭയങ്കര വീടായിട്ടുള്ളൊരു കാര്യവും അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എവിടെയെങ്കിലും ഒരു നല്ല സമാധാനമായിട്ട് കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലത്ത് ഞാൻ നിർത്താം. ഇവിടെ വെച്ചാലും ഭംഗിയാണ്, എന്നാലും തൽക്കാലം നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരാം. ഈ ഹെഡ്ലൈറ്റ് ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഒരു 300 kilometer മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിയണതിന് മുന്നേ ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഇപ്പോൾ ഇതിൽ കണ്ട ഈ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. ഇത് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ് ആണ്. ഇത് പിന്നെ നമുക്ക് വിചാരിക്കാം പുള്ളിക്കാരൻ ഇതിൻ്റെ ഓണർക്ക് എന്താ സ്റ്റോക്ക് ലൈറ്റ് വരുന്നത് അത്ര യൂസ് അല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരൻ ഈ ഒരു ഹെഡ്ലൈറ്റ് വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ബാർ ആൻഡ് മിററൊക്കെ മാറ്റിയിട്ടുണ്ട്, മിററും മാറ്റിയിട്ടുണ്ട്. ഇത് രണ്ടും ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്താ കാണാനൊക്കെ രസമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ ഭംഗിക്കാമെന്ന് വിചാരിക്കാം. ഇതും അത്യാവശ്യം കാണാനും ഭംഗിയുണ്ട്, വെട്ടം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് രണ്ടും അല്ലാത്ത ഫണ്ണായിട്ടുള്ളൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു എക്സോസ്റ്റ് കണ്ടോ, റെഡ് റോസ്റ്ററിൻ്റെ എക്സോസ്റ്റ് ആണ്. പുള്ളിക്കാരൻ വണ്ടി എടുത്തു, പിറ്റേന്ന് ഈ എക്സോസ്റ്റ് മാറ്റി. ഏകദേശം 100 kilometer ഉള്ളിലാവുമ്പോഴേക്കും ഈ ഒരു എക്സോസ്റ്റ് മാറ്റിയിട്ടുണ്ട്. ഇതിനിപ്പോൾ വാറൻറ്റി അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷേ അടിപൊളിയാണ് സംഭവം. ഈ ഒരു വണ്ടി സ്റ്റോക്ക് ഓടിക്കുന്നതിനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ്, ഭയങ്കര രസമാണ്, ഫണ്ണാണ് ഓടിക്കാൻ. ഈ ഒരു എക്സോസ്റ്റ് വെച്ചതിന് ശേഷം ഇതിനിപ്പോൾ ഈ ഇത്രയും കിലോമീറ്ററിനുള്ളിൽ മാറ്റിയതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുമോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം. നമുക്ക് ഓണാക്കിയിട്ട് ഇതിൻ്റെ സൗണ്ടൊന്ന് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. സെറ്റ് സൗണ്ടാണ്. എന്നുവെച്ചാൽ അത്ര കൈ കൊടുത്ത് പോകുമ്പോൾ അത്ര അടിപൊളിയല്ലെങ്കിലും നൈസായിട്ട് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം ഒരു 2000-3000 RPM ആ ഒരു ലെവലിൽ പോകാനാണ്. കാരണം ശരിക്കും അപ്പോൾ ആ ഒരു ട്വിൻ സിലിണ്ടറിൻ്റെ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ മാറ്റുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് എക്സോസ്റ്റിനേക്കാളും ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്, ഭയങ്കര വെയിറ്റ് കുറവാണ്. ഇനിയിപ്പോൾ ഈ ടൈലൊക്കെ കട്ട് ചെയ്ത് കളയണം. സത്യത്തിൽ അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഭംഗി വരിക. പുള്ളിക്കാരൻ ചെയ്യുമായിരിക്കും, എന്തായാലും ഇത്രയും ചെയ്തല്ലേ. പിന്നെ ഇപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ചെയ്യുമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഓടിച്ചുകൊണ്ട് വിശേഷങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു സൗണ്ട് കണ്ടോ, ഇതൊരു രസമാണ്. ഫണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകാൻ ഭയങ്കര ഫണ്ണാണ്. ഓക്കെ, ഏകദേശം ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു 440 സംതിങ് ആണ് വരുന്നത്. ഇതിൻ്റെ സ്പെക്കോ ഒന്നും ഞാൻ സംസാരിക്കണില്ല, സ്പെക്കോ റിവ്യൂ കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കണില്ല. കാരണം അതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയണം തന്നെയാണ്. കാരണം ഇപ്പോൾ GTയുടെ സ്പെക്ക് അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. ജസ്റ്റ് ഒരു റൈഡ് ഇംപ്രഷൻ കിട്ടില്ല റൂട്ടാണ്. ഇവിടെ മോർണിംഗ് ഒക്കെ വരുമ്പോൾ ഫുള്ള് പശു ആനയൊക്കെ ഉണ്ടാവാറുണ്ട്, ആനനെ കാണാനൊക്കെ പറ്റും. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
ഈ ഒരു വൈബിൽ പോവാൻ ചീട്ടിക്ക് ഇടില്ല. ഞാൻ പറയണോ, കൈ കൊടുത്ത് പോവാൻ അങ്ങനെയൊന്നുമല്ല, പക്ഷേ ഈ ഒരു 60-80 കിട്ടില്ല. നല്ല രസമാണ്. ഇതിൻ്റെ സൗണ്ട് കേൾക്കാനാണെങ്കിലും അടിപൊളിയാണ്. അതേപോലെ തന്നെ ഓടിക്കാനും ഭയങ്കര കംഫർട്ടാണ്. നമ്മൾ ഈ കൈയൊക്കെ വിടുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടുക ചെയ്യും കേട്ടോ. സെറ്റാണ്. നമുക്കിനി നമ്മുടെ മെയിൻ റോട്ടിലേക്ക് പോയിട്ട് നോക്കാം പിള്ളേരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ. ഭയങ്കര പൊട്ട വഴി കേട്ടോ, സത്യം പറയാലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ എടുത്തത്. ഇതുവരെ ആരും റിയാക്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇനിയും റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഒരുത്തൻ തിരിഞ്ഞു നോക്കി, രക്ഷപ്പെട്ടു. ഒരു സമാധാനം കിട്ടി. ഇങ്ങനെ പോവുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല, സെറ്റാണ്. കാരണം അത്ര വലിയ ലൗഡ്നെസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യണില്ല. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു DB കൂടി സെറ്റ് ചെയ്യാം. ഇവിടെ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കണുണ്ട്. ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്കിൻ്റെ മാത്രമല്ല, നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഞാൻ അവിടെ പോയിട്ട് U-ടേൺ എടുത്തിട്ട് വരണം തോന്നുന്നുണ്ട്. നേരെ അങ്ങോട്ട് കിടക്കേണ്ട കാര്യമുള്ളൂ. ബ്രിഡ്ജിൻ്റെ പണി തേങ്ങ വാങ്ങാന്ന് പറഞ്ഞിട്ട് മുന്നിടാവി കൊല്ലുവാൻ. ഇതിൽ ഫ്യൂവല് സത്യം പറയാൻ എനിക്ക് അത്ര കറക്റ്റായിട്ട് തോന്നുന്നില്ല. കാരണം ഒരു 3 കട്ടയൊക്കെ ആയിട്ട് പിന്നെ പെട്ടെന്ന് ഒറ്റയടിക്ക് ബ്ലിങ്ക് ആവുക, ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. വേറെ ആർക്കെങ്കിലും ചീട്ടിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ ഇടണേ. കാരണം ഇപ്പോൾ നമ്മളൊരു 5 ലിറ്റർ അടിച്ചിട്ട് തീരാനുള്ള അത്രയൊന്നും ഓടിയിട്ടില്ല, നിസ്സാരം ഓടിയിട്ടുള്ളൂ. സിഗ്നലിൽ സത്യം പറയുകയാണെങ്കിൽ ഹീറ്റ് ഉണ്ട് കേട്ടോ. വണ്ടി നിർത്തുമ്പോഴാണ് ഹീറ്റ്, ഓടിക്കുമ്പോൾ ഹീറ്റില്ല, നിർത്തുമ്പോൾ നല്ല ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും നേരം നല്ല സമാധാനമായിട്ടുള്ള ഫുള്ള് സെറ്റായിട്ടുള്ള ആ റോഡിൽ ഓടിച്ചോടിച്ച് ഇപ്പോൾ ഇവിടെ ഫുള്ള് വണ്ടി റഷ്, ബ്ലോക്ക്, ഇതൊക്കെ കാണുമ്പോൾ നമുക്കങ്ങോട്ട് പറ്റണില്ല. ഓക്കെ, എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ഒരു വണ്ടിയായിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.